ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാനും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇളംകുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 മുതൽ അത്ഭുത ജപമാല സ്ഥിരമായിട്ട് കൂടുന്ന ഒരാളാണ്. ഞാൻ ആദ്യം അത്ഭുത ജപമാല കൂടിയത് എൻ്റെ ജോലിയൊക്കെ പോയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഞാനിവിടെ അത്ഭുത ജപമാല കൂടിയതിന് ശേഷം പിന്നെ വന്ന ഏകദിനത്തിന് വന്നപ്പം അച്ഛൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക മേഖലയൊക്കെ കർത്താവ് അനുഗ്രഹിക്കും, ജോലിയൊക്കെ കിട്ടുമെന്ന്. പിന്നെ ആ മാസം മുതൽ തന്നെ ദശാംശം കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ സാമ്പത്തിക മേഖല പുരോഗമിക്കും എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ ഒരു തീരുമാനം എടുത്തായിരുന്നു. അന്നേരം എനിക്ക് ജോലി ഇല്ലായിരുന്നു, പക്ഷേ ചെയ്ത ജോലിയിൽ ഉണ്ടായിരുന്ന പൈസയിൽ നിന്ന് ഞാൻ ദശാംശം കൊടുക്കാമെന്ന് തീരുമാനിച്ചു പോയി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ജോലി കിട്ടി. ഡെയിലി ബേസിലാണ്, എന്നാലും ഒരു ജോലി കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ അത്ഭുതമാല തുടർന്ന് കണ്ടുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പം ഇതിൻ്റെ കൂടെ ഓൺലൈനായിട്ട് ചെയ്യാവുന്ന നല്ലൊരു കമ്പനിയുടെ ഒരു ഓഫറും എനിക്ക് കിട്ടി. ആ ജോലി കിട്ടണമെങ്കിൽ തന്നെ ഒരു 1 ലക്ഷം രൂപയോളമൊക്കെ ഞങ്ങൾക്ക് ചിലവുണ്ടായിരുന്നു. അത് എനിക്കൊരാൾ പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് തന്ന് സഹായിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു പൈസയ്ക്കും ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നു. അതുപോലെ കർത്താവ് എൻ്റെ വരുമാനം ഇരട്ടിയായി തന്നു. ഈ സെൻറ്ററിൽ ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈശോ നമ്മുടെ സാമ്പത്തിക മേഖലയെല്ലാം അനുഗ്രഹിക്കും. പിന്നെ എനിക്ക് കിട്ടിയ വേറെ 1-2 സാക്ഷ്യങ്ങളും കൊണ്ട് അതൊന്ന് ഉത്തിരിയം ധരിക്കുന്നതാണ്. ആദ്യമൊന്നും ഞാൻ ഉത്തിരിയം ആകെ ആദ്യ കുർബാന കഴിച്ചപ്പോൾ മാത്രമേ ഉത്തിരിയം ധരിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്ന് ഏകദിനം കൂടിയപ്പോഴാണ്, താമസമുള്ള ധ്യാനം കൂടിയപ്പോഴാണ് അച്ഛൻ ഉത്തിരിയത്തിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഉത്തിരിയം ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഒരു എരഞ്ഞിപ്പാടത്തുള്ള ഒരു ഇതിൽ കടന്നു പോകുമ്പോൾ ഒരു വലിയ മരം കയറ്റിയ ലോറി, എൻ്റെ ഈ വലിയൊരു വെയിറ്റുള്ളൊരു ബാഗ് ഉണ്ടായിരുന്നു തോളത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കടക്കുന്ന സമയത്ത് ഫുട്പാത്തിൽ കയറാതെ അരികെ ചേർന്ന് നടന്നു. ഒരു ടേണിങ്ങും കൂടെ ആയിരുന്നു. ഒരു വലിയ തടി ലോറി വന്ന് എന്നെ തട്ടിയിട്ടു. അവിടെ അടുത്തു നിന്ന ആളുകളെല്ലാം ഓടി വന്നു. ഞാൻ ഇങ്ങേ സൈഡിലേക്ക് വീണ ആ ഫുട്പാത്തിലേക്ക് തലയടിച്ച് വീഴും. ഇങ്ങേ സൈഡിലേക്ക് വീണാൽ പുറകെ വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരെ മുമ്പിലേക്ക് പോയി കൈകുത്തി. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ മോളുണ്ടായിരുന്നു. മോളും പറഞ്ഞു ഉത്തിരിയെ ഇട്ടുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഒന്നുള്ളത്, ഞാൻ ആ ദശാംശം കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ബ്രദറിന് ഒരു വീടിൻ്റെ ജപ്തി വന്നു. അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചു. ജപ്തിയില്ലാതെ പരിഹരിക്കാൻ സാധിച്ചു. പിന്നെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നാവെല്ലാം തൊലി പോയിട്ട് ഇവിടുന്ന് ഭക്ഷണം പോലും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നാവിന് അസുഖമുള്ളവർ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ അന്നേരം അതൊന്നും പോയില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഞങ്ങളൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ദിവസം ഭയങ്കര എരിവുള്ളൊരു കറി കൂട്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എരിവാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഒട്ടും ഇരിക്കുന്നില്ല, എൻ്റെ വായിലെല്ലാം പോയല്ലോ എന്ന്. പിന്നെ വെഞ്ചരിച്ച തേനും കഴിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ അത്ഭുത ജപമാല കാണുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ചെറിയ മോളാണ്, അവൾ അടുത്ത് വന്നിരുന്ന് ഇതെല്ലാം കാണും. അച്ഛൻ പറയുന്ന സന്ദേശം എല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാണാതെ പോയ വസ്തുക്കൾ മാല കിട്ടിയ കാര്യമൊക്കെ അച്ഛൻ പറയും. അപ്പോൾ ഒരു ദിവസം അവളുടെ കമ്മൽ പോയി. അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു കമ്മലായിരുന്നു. അതിലെല്ലാം ഞങ്ങൾ ഒത്തിരി തിരഞ്ഞ് കിട്ടിയില്ല. അവൾ സ്കൂളിലെല്ലാം പോയി വന്നതായിരുന്നു. എല്ലാവരും തിരഞ്ഞിട്ടും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവളോട് ചുമ്മാ പറഞ്ഞു, നീ കമ്മൽ കിട്ടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അത്ഭുത ജപമാലയിൽ അച്ഛൻ പറയുന്ന കാര്യം ഓർത്തു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കമ്മൽ കിട്ടിയാൽ ഞാൻ എൽറൂഹയിൽ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ചാൽ അവൾ ഒന്നും കൂടി പോയി തിരഞ്ഞു. അപ്പോൾ അവൾക്ക് കമ്മൽ കിട്ടി. അവൾ എന്നോട് എൻ്റെ സാക്ഷ്യവും കൂടെ പറയണമെന്ന് പറഞ്ഞ് വിട്ടു. അതുകൊണ്ടാണ് പറയുന്നത്. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.